the participants clearly during the course of the meeting. ഇവിടെ പറയുന്നത് പാർട്ടിസിപ്പൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഓഡിയോ വിഷ്വൽ മീൻസ് വഴിയോ. നെക്സ്റ്റ് ചെയ്യേണ്ടതാണ് ensure that the participant attending the meeting through audio visual means are able to hear and see the other participant clearly during the course of the meeting. അതായത് ഇവർ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം ഈ ഒരു മീറ്റിങ്ങിൽ കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, എല്ലാവർക്കും ഈ ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ, ഓഡിയോ ഹിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഈ പാർട്ടിസിപ്പൻസ് നോക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോട്ടീസ് ഓഫ് മീറ്റിംഗ് ഷാൾ ഇൻഫോം ദി ഡയറക്ടേഴ്സ് റിഗാർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ടു പാർട്ടിസിപ്പേറ്റ് ത്രൂ വീഡിയോ കോൺഫറൻസിങ് മോഡ്. അപ്പോൾ ഈ നോട്ടീസ് ഓഫ് മീറ്റിങ്ങിൽ കറക്റ്റ് പറയണം ഡയറക്ടേഴ്സ് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്, ഈ ഒരു വീഡിയോ കോൺഫറൻസിങ് മോഡ് വഴി പിന്നെ അറ്റൻഡ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണെന്നുള്ളത് നോട്ടീസിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻറ്റൻഡിങ് ടു പാർട്ടിസിപ്പേറ്റ് ത്രൂ വീഡിയോ കോൺഫറൻസിങ് ഓർ ഓഡിയോ വിഷ്വൽ മീൻസ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ഹിസ് ഇൻറ്റൻഷൻ ടു ദി ചെയർപേഴ്സൺ ഇൻ അഡ്വാൻസ്. അതായത് ആർക്കെങ്കിലും ഈ ഒരു ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ, ഈ ഒരു ഓഡിയോ വിഷ്വലിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി പിന്നെ ഡയറക്ടറെ അല്ലെങ്കിൽ ആരെങ്കിലും അറിയിക്കണം, അഡ്വാൻസ് ആയിട്ട് ചെയർപേഴ്സണെ അറിയിക്കണം. ഇത്രയായിട്ട് മെയിനായിട്ട് വരുന്നത്. പിന്നെ കുറേ കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് എ ഡയറക്ടർ ഹു ഡിസൈഡ് ടു പാർട്ടിസിപ്പേറ്റ് ത്രൂ വീഡിയോ കോൺഫറൻസിങ് മീൻസ് ഇൻറ്റിമേറ്റ് ഹിസ് ഇൻറ്റൻഷൻ അറ്റ് ദി ബിഗിനിങ് ഓഫ് കാലണ്ടർ ഇയർ അറ്റ് ദി സെയിം വിൽ ബി വാലിഡ് ഫോർ 1 calendar year. അതായത് ഇങ്ങനെ ഡയറക്ടേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെ അത് വാലിഡ് ആയിരിക്കും, ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ദ വെന്യൂ ഓഫ് ദി മീറ്റിംഗ് ഷാൾ ബി ഇൻ ഇന്ത്യ. ഈ ഒരു മീറ്റ് നടത്തേണ്ടത് എവിടെയായിരിക്കണം, ഇന്ത്യയിലായിരിക്കണം. Every participant shall identify himself for the record before speaking on any item of business on the agenda. അതായത് എല്ലാ പാർട്ടിസിപ്പേറ്റും എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം, ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ചെയർപേഴ്സൺ ആരാന്നുള്ളത്. Chairperson is the presiding officer of an organized group such as a board, committee or a deliberate assembly. The person holding the office, who is typically elected or appointed by the members of the group, presides over meetings of the group and conducts the group business in an orderly fashion. അതായത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്, അതായത് ഏതൊരു മീറ്റിംഗ് നടത്തുകയാണെങ്കിലും ഒരു ബോർഡ് ചെയർപേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചെയർ വുമൺ ആയിരിക്കാം അല്ലെങ്കിൽ ചെയർമാൻ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ഗ്രൂപ്പിൻ്റെ പ്രിസൈഡിങ് ഓഫീസർ ആയിരിക്കും. ഈ ഒരു ബോർഡ് അതായത് ബോർഡോ അല്ലെങ്കിൽ കമ്മിറ്റി, ഡെലിബറേറ്റ് അസംബ്ലി ഒക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ പ്രിസൈഡിങ് ഓഫീസർ ആയിരിക്കും ഈ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഈ പേഴ്സൺ, ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന പേഴ്സൺ, അയാളെ എലക്ട് ചെയ്യുന്നതും അപ്പോയിൻറ്റ് ചെയ്യുന്നതൊക്കെ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇയാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അതുപോലെ ഇതിനെ എലക്ട് ചെയ്യുന്നതും, ഇദ്ദേഹം മതി പിന്നെ ചെയർപേഴ്സൺ ആയിട്ട് വേണ്ടതെന്ന് എലക്ട് ചെയ്യുന്നതും ഈ ഒരു മീറ്റിങ്ങിലായിരിക്കും. ഇഫ് നോ സച്ച് ചെയർപേഴ്സൺ ഈസ് എലക്ടഡ് ഓഫ് ഇഫ് എനി മീറ്റിംഗ് ദ ചെയർമാൻ ഈസ് നോട്ട് പ്രസൻറ്റ് വിത്ത് 5 minutes ആഫ്റ്റർ ദി ടൈം appointed for holding the meeting, the directors present may choose one of their members to the chairperson of the meeting. അതായത് ഒരു പക്ഷേ അയാൾക്ക് ഒരാളെയും ചെയർപേഴ്സൺ ആയിട്ട് എലക്ട് ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ മീറ്റിംഗ് വെച്ച സമയത്തിലും 5 minute ലേറ്റ് ആയിട്ടാണ് ചെയർപേഴ്സൺ ഹാജരായിട്ടുള്ളതെങ്കിലോ അവരെന്ത് ചെയ്യാം, ബോർഡിന് വേറൊരാളെയും കൂടി ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നതാണ് അജണ്ട. എന്താണ് അജണ്ട എന്ന് പറയുന്നത്? ദ ടേം അജണ്ട മീൻസ് തിങ്സ് ടു ബി ഡൺ. എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അതിനെയാണ് എന്ത് അജണ്ട എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു മീറ്റിങ്ങിൽ കുറേ അജണ്ട വെക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇൻ ദി പ്രസൻറ്റ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് എ മീറ്റിംഗ്. അതായത് പ്രസൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മീറ്റിംഗ് ട്രാൻസാക്ഷൻ നടത്തുന്ന ടൈമിലുള്ള പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അജണ്ട എന്ന് പറയുന്നത്. വെൻ അജണ്ട ഈസ് എൻക്ലോസ്ഡ് agenda is enclosed with notice, each of the directors give due consideration of the proposed business and comes with necessary preparation for discussion in the meeting. അതായത് അജണ്ട ഉണ്ടെങ്കിൽ, ഒരു നോട്ടീസിൻ്റെ ഒപ്പം അജണ്ടയും കൂടി ഉണ്ടെങ്കിൽ പ്രിപ്പറേഷൻ, മീറ്റിങ്ങിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാനൊക്കെ ഇതിൽ പറ്റും. അപ്പോൾ അജണ്ട ഈസ് എ ലിസ്റ്റ് ഓഫ് മീറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ ഓർഡർ ഇൻ വിച്ച് ദേ ആർ ടു ബി ടേക്കൺ അപ്പ് ബിഗിനിങ് വിത്ത്
വിത്തിൻ ദി കാൾ ടു ഓർഡർ ആൻഡ് എൻഡിങ് അറ്റ് ദി അഡ്ജോൺമെൻറ്റ്. അതായത് അജണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരു മീറ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിൻ്റെ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസിന് പറയുന്നതാണ് അജണ്ട എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഇൻക്ലൂഡ്സ് വൺ ഓർ മോർ സ്പെസിഫിക് ഐറ്റംസ് ഓഫ് ബിസിനസ് ടു ബി ആക്റ്റഡ് അപ്പോൾ. ഇതിലെന്തായിരിക്കുക, ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്പെസിഫിക് ഐറ്റംസ് ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അജണ്ട എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കോറം. സെക്ഷൻ 174 കോറത്തെ കുറിച്ച് പറയുന്നത്. ദ കോറം ഫോർ എ മീറ്റിംഗ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി ഷാൾ ബി 1/3 ഓഫ് ഇറ്റ്സ് ടോട്ടൽ സ്ട്രെങ്ത് or 2 directors whichever is higher. The participation of the directors by video conferencing or by other audio visual means shall also count for the purpose of quorum for meeting. അപ്പോൾ കോറം എന്ന് പറഞ്ഞാൽ കോറം ഫോർ മീറ്റിംഗ് ഓഫ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി ഷാൾ ബി 1 total strength of 2 directors whichever is high shall be, and the participation of the directors by video conferencing by other visual means shall also be counted for the purpose of quorum under the subsection. അതായത് കോറത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ മീറ്റിംഗ് പങ്കെടുത്തിട്ടുണ്ട്, എത്രയാണ് മീറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. അതിനാണ് കോറം എന്ന് പറയുന്നത്. ഇത് കോറം പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു മീറ്റിംഗ് ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോറത്തിന് വേണ്ടിയിട്ട് ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ cannot be held for want of quorum, then the articles of the company otherwise provide it stands adjourned till the same day in the next week at the same time and place that the day is national holiday till the succeeding day. അതായത് കോറത്തിന് വേണ്ടിയിട്ട്, അതായത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ വരുന്ന ഒരു ദിവസം ആ ഒരു മീറ്റിംഗ് ഹെൽഡ് ചെയ്യാനുള്ള സമയം പ്ലേസൊക്കെ തീരുമാനിക്കും.